എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഹാപ്പി ബർത്ത്ഡേ. എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ബർത്ത്ഡേ ആശംസകൾ. എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഹാപ്പി ബർത്ത്ഡേ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബാബുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളെല്ലാവരും ഹോള് കണ്ടു. എല്ലാവർക്കും ഹോള് തൃപ്തിയായി. അപ്പോൾ പൊതുവേ ഉള്ള അഭിപ്രായത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മീൽസ് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ കൂടി കേക്കും കട്ടിയതിന് ശേഷം മീൽസ്. ബാബുവിൻ്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുക. എണ്ണം അനുസരിച്ചുള്ള ചെറിയ കേക്കുകൾ മേടിച്ച് പറഞ്ഞതുപോലെ നിരത്തി വെച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഓരോരുത്തരായിട്ട് വരിയായിട്ട് നിന്നുകൊണ്ട് മുറിക്കുന്നത് കാണാനും ഒരു രസമുണ്ട്. അതിൻ്റെ ഒരു പുതിയ പരിപാടി പോലെ തോന്നുകയും ചെയ്യും. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കമ്മിറ്റി മെമ്പേഴ്സ്. ആരൊക്കെ ഇനിയുണ്ടോ അവരുടെ പേര് നമുക്കിതിനകത്ത് ആഡ് ചെയ്യണം. അതുകൂടാതെ ബാബു മെയിൻ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അനൗൺസ് ചെയ്യണം. ഒരു സജഷനും കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മളൊരു 4-5 പേരുടെങ്കിലും ലേഡി മെമ്പേഴ്സും കൂടെ വന്നാൽ വളരെ സൗകര്യമായിരിക്കും എന്നങ്ങ് പറഞ്ഞാൽ മതി ബാബു. അപ്പം പുള്ളി വരട്ടെ. കാര്യം ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് കൊണ്ടുവന്ന് ശരിക്കും ഇപ്പോൾ ഈ ഗ്രൂപ്പ് കൊണ്ടുവന്നത് ഉമ്മച്ചനും തായജീനും കൂടെ. സജീവനും ഉണ്ട്, ഞാനും ഒക്കെ ഉണ്ടെങ്കിലും ഉമ്മച്ചനും തായജീനുമാണ് ഈ ഗ്രൂപ്പ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. നല്ല കാര്യം, അവർ ഒരനക്കം ഉണ്ടല്ലോ. പക്ഷെ തായജീനെ സമ്മതിച്ചു കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഇട്ടാൽ പുള്ളി കൊണ്ടുവന്നത്. ഹലോ ഫ്രണ്ട്സ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇവരെയും നമ്മൾ കാണാത്തതായ നമ്മുടെ പ്രിയ സ്നേഹിതൻ പുഷ്പമിത്രൻ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവും ഞാനോട് കുറേ സംസാരിച്ചു. അദ്ദേഹം ഒരു ഹാപ്പി ന്യൂസ് ഞാൻ പറഞ്ഞത് അടുത്ത ആഴ്ച നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വരാൻ നേരിട്ടിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ബാബു. ഞാനിപ്പോൾ ഇന്നലെ കൊട്ടാരക്കര എത്തി. ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വരാം. ഒരുപാട് നാളുകൾക്ക് ശേഷം ശബ്ദം കേട്ടതിൽ ഷാജി സന്തോഷം. നീ എന്തായാലും അങ്ങ് പോരെ, വേറെ ഒന്നും വേണ്ട. നിൻ്റെ ഒരു ഫോക്ക് ഡാൻസ് വെക്കുന്നുണ്ട് അവിടെ. സജീവനെയും വൈഫിനെയാണ് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത്. ബർത്ത്ഡേ പ്രോഗ്രാമിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ ഏതാണ്ട് എല്ലാം ശരിയായി കഴിഞ്ഞിരിക്കുന്നു. സുഷമേ, കുഞ്ഞുങ്ങളെയും കൊണ്ട് നാളെ പോവും. ഞങ്ങളെല്ലാം റെപ്രസെൻ്റ് ചെയ്ത് പോവും. കുഞ്ഞുങ്ങൾക്കും വലിയ സന്തോഷമാകത്തില്ലേ? സുഷമ പോയി എൻജോയ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യും. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടണേ. നാളെ നടക്കുന്ന പ്രോഗ്രാമിന് എല്ലാവിധമായ ആശംസകളും. അതുപോലെ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക.
ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മുടെ ബർത്ത്ഡേ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ എല്ലാ ഫാമിലികളെയും മറ്റുള്ള എല്ലാവരെയും ഈ ബർത്ത്ഡേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും വീണ്ടും ഒരു ചെറിയൊരു മിനി ഗെറ്റുഗതറായിട്ട് കാണുവാൻ സാധിച്ചത്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി നടത്തിയതിനു ശേഷം അടുത്ത നമ്മുടെ കൂടുതൽ ആദ്യം ഉമ്മച്ചന്റെ ബർത്ത്ഡേ ആണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ കൊട്ടാരക്കര ഭാഗത്തുള്ള എല്ലാ അംഗങ്ങളും വിളിച്ച എല്ലാ അംഗങ്ങളും അദ്ദേഹത്തിന്റെ വസതിയിൽ പോവുകയും വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ട് ചെലവഴിക്കുകയും ഒരു ബർത്ത്ഡേ നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ മെയ് മാസം തുടക്കമായപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ബർത്ത്ഡേ വന്ന് നമ്മളിങ്ങനെ ഗ്രൂപ്പിലിട്ടപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ അടുത്ത ആണ്ടോ വന്നു. അങ്ങനെ ഒരു 10-12 പേര് വന്നപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ന് പൂരിപ്പിച്ച ഡയറക്ടറേക്ക് പൂരിപ്പിച്ച് നോക്കുമ്പോൾ എല്ലാം ഒരുവിധപ്പെട്ട ആൾക്കാരുടെ എല്ലാം മെയിലാണ് വന്നത്. അപ്പൊ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഒരു പാർട്ടി നടത്താതെ കൊട്ടാരക്കര ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൂടി നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം ഒന്ന് ബന്ധം പുതുക്കുകയും കൊട്ടാരക്കരയിലുള്ള അംഗങ്ങളെ ഒന്ന് വിളിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ രാമേന്ദ്രനും ബോർഡും എല്ലാം കൂടെ ജൂൺ 9 എന്നുള്ളൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ വീണ്ടും അഡീഷൻസ് ആൾക്കാർ വന്നു. അത് പിന്നെ എന്തോ പല സാഹചര്യത്തിൽ നീണ്ടുപോയപ്പോഴാണ് അവരിങ്ങനെ ഒന്ന് കൂടുകയും ഇത്രയും പേരെ ഒന്ന് വിളിച്ചു കൂട്ടാൻ സാധിക്കുകയും ചെയ്തത്. ഇന്ന് വളരെ ദൂരത്തിൽ നമുക്ക് വേണ്ടി വന്ന മാത്യുവിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കുണ്ടെങ്കിൽ ഈ ബാബു പറഞ്ഞ സീതയുടെ ഹസ്ബൻഡ് BS തിരുപ്പതി സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ദൂരെ നിന്ന് വന്നത് ഞാനാണ്. എന്റെ ബർത്ത്ഡേ ഈ ബാച്ചിലില്ല, ഈ സമയത്ത് ഇല്ലാത്ത ബർത്ത്ഡേ ആണ്. പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് നിലയിൽ നിങ്ങൾ എന്നോ ജനിക്കുക, അത് പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ ബർത്ത്ഡേ ഇപ്പോഴാണ്, ഞങ്ങൾ അംഗീകരിച്ചില്ല. ഞാൻ വന്ന കാരണം സുഷമയോടെ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ വന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. നിങ്ങളെല്ലാം പ്രത്യേകിച്ച് നിങ്ങളെല്ലാം കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. ബർത്ത്ഡേ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു സന്തോഷം തന്നെയല്ല. ബർത്ത്ഡേ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മുടെ ആയുസ് കുറയുകയാണ്, നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അപ്പം ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു ആഘോഷമായിട്ട് ഞാൻ കണക്ക് കൂട്ടത്തില്ല. കുറെ നാളൊക്കെ ജീവിക്കണമെന്നാണെങ്കിൽ ഏതായാലും വളരെ സന്തോഷം. എല്ലാവരെയും പുതുതായിട്ട് വന്ന് എല്ലാവരെയും ഈ ഞങ്ങളുടെ ഈ സെലിബ്രേഷനിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാനും വൈഫും രണ്ടുപേരും റിട്ടയറായി. ഞാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ എഞ്ചിനീയറായിരുന്നു. വൈഫ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തേവന്നൂർ പ്രിൻസിപ്പലായിരുന്നു. 11 വർഷം പ്രിൻസിപ്പലായിട്ടിരുന്നു. മൂത്ത മകൻ കാർത്തിക്, അയാൾ മാരേജ് കഴിഞ്ഞു. അയാൾ സിവിൽ സർവീസ് അക്കാഡമിയിൽ അക്കാഡമിഷ്യനാണ്. വൈഫ് IPS ആണ്. ഇപ്പം എറണാകുളം റൂറലിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഫേസ് ട്രെയിനിങ്ങിന് ഹൈദരാബാദിൽ പോയേക്കാണ്. ഇളയാൾ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസിയും കഴിഞ്ഞിട്ട് ഇപ്പം തൊടുപുഴയിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ 88 പേരുള്ളതിൽ ഒരു വ്യക്തി പോലും പ്രയാസത്തിൽ അല്ലെങ്കിൽ നിരാശയിൽ പോയിട്ടില്ല. എല്ലാവരും അനുഗ്രഹത്തിന്റെ മാർഗത്തിൽ ദൈവം നമ്മളെ നടത്തി. അതിൽ 3-4-5 പേര് നമ്മൾ വേർപെട്ടു. 8 പേര് ദിവസനിലാകുന്നു. അല്ലാതെ ഈശ്വരന്റെ നിശ്ചയമാണ്. നമ്മൾ പോകേണ്ടവരാണ്. മരണത്തെ നമുക്ക് അപ്പം പിടിച്ചു നിർത്തുവാൻ കഴിവില്ല. എന്നാൽ ഈ സ്നേഹവും കരുതലും ഈ ഒരു ബർത്ത്ഡേ കുടുംബമായി കടന്നു വരുവാൻ ബാബുവാണ് മുൻകൈ എടുക്കുന്നതാണ് എന്റെ വിശ്വാസം. ബാബു അല്ലെ കുടുംബമായി വരാനായിട്ട് ക്ഷണിച്ചത്. ഉമ്മച്ചൻ ക്ഷണിച്ചു. ഇതുപോലെ പല പ്രാവശ്യം ഞങ്ങൾ കൂടുമ്പോൾ പറയും, കുടുംബത്തെ കൂടെ കൂട്ടിയുള്ള ഒരു ഫംഗ്ഷൻ നല്ലതാണെന്ന് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അതിനെ നാരകം കുറിപ്പാൻ ഇങ്ങനൊരു സന്ദർഭം കിട്ടിയതിൽ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ബാബൂസ് കറിയ. എൻ്റെ പ്രൊഫഷൻ എഞ്ചിനീയറാണ്. എൻ്റെ ഭാര്യ അനിത. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകന് BTech MBA കഴിഞ്ഞ് UK ജോലി ചെയ്യുന്നു. ഡോക്ടറിൽ വഴി MTech കഴിഞ്ഞ് 2 പേരും UK ഒരു കൊച്ചു കുട്ടിയുണ്ട്. രണ്ടാമത്തെ മകൾ, അവളെ MSc MPhil കഴിഞ്ഞിട്ട് മാർഗമൻസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PhD ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്സാണ് സബ്ജക്റ്റ്. സണ്ണിൻ ലോ IT എഞ്ചിനീയറാണ്. 2 പേർക്കും ഓരോ പെൺകുട്ടികളുമുണ്ട്.
മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പെൺ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയ 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു. 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടു
നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല. നൃത്തം ഞാനെങ്ങിനെ ആടും സഖികളെ, നൃത്തം ഞാനെങ്ങിനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല. ആടെവിടെ മക്കളെ മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കുട്ടിക്കരിങ്കുയൽ കൂവെത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെന്റെ മക്കൾ, പച്ചപ്പനം തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകളും എവിടെന്റെ മക്കൾ. അതെ, കൊച്ചിൻ പേപ്പർ ചോന്ന് അതാ ശരി കേട്ടോ. കൊച്ചിൻ പേപ്പർ ചോ സജീവോ. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം? ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം? അത്യാഗ്രഹം. അത്യാഗ്രഹം ഒരാ കൊടുത്താൽ മതി. ദുരാഗ്രഹം അത്യാഗ്രഹം കിട്ടാത്തറ കൊടുക്ക. ആഗ്രഹം വേണ്ട, ഇനി ആഗ്രഹം മതി. ഓരോന്നും മതിയല്ലോ. സമയൊന്നും പോയിട്ടില്ല. ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിളിനെ ഗൂഗിൾ പേ. ഗൂഗിൾ പേ. ഗൂഗിൾ പേ. മോനെ 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 ഗൂഗിൾ പേ. ഗൂഗിൾ പേ. അത് ഈ ഇടയ്ക്ക് വന്നതാണെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം. സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും? എവിടാ? സഞ്ചിയിൽ ഞാൻ കേട്ട കോശി 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 കോശി. അല്ല, പൂച്ചയുടെ കാര്യം പറഞ്ഞ കോച്ചിനെ അറിയാം. അടുത്ത ചോദ്യം. ഗാന്ധിജി ഓടിച്ച കാർ ഏത്? ഗാന്ധിജി ഓടിച്ച കാർ ഏത്? ഞങ്ങളുടെ നാട്ടുകാര്. വിശപ്പ് കൂടിയ രാജ്യം? ആ കൂടെ അവിടെയും കൂടെ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഭാരം കൂടിയ പാനീയം ഏത്? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday.
birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ ആശംസകളുടെ സൗഗന്ധികങ്ങൾ ഒരുപാട് നിമിഷങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ ഒരുപാട് നിമിഷങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നത് സന്തോഷം. അതെ, അത് സന്തോഷം. സന്തോഷം. ആ ആഹാ, വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്നോ? ആ, ഞാനെനിക്ക് വരാൻ പറ്റില്ല, നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പം എന്നാലും എല്ലാവരും കാണാമല്ലോ എന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. ആ, ബാബു ബാബുവേ, അതോ ആയിക്കോട്ടെ, ചേർന്നവണ്ണം കൂടെ എടുക്കാം. ഉണ്ടല്ലോ, ഇവിടെ ഇല്ല.
അത് നമ്മുടെ ആൾക്കാരാണോ? അതെ അതെ അത് നമ്മുടെ ആൾക്കാരാണ്. അതിലാരുണ്ട് നമ്മുടെ? ഈ വരത്തില്ലെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നില്ലേ? ഫുഡ് കഴിക്കുന്നില്ലേ? അത് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ. കഴിഞ്ഞിട്ട് അല്ല കുടുംബത്തിലൊക്കെ ഉള്ളതല്ലേ. ഞങ്ങളെ ഇന്ന് അനുഗ്രഹത്തോട് അനുഗ്രഹിച്ചതിനായിട്ട് നദിയോട് സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശ്വര വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഈ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെതാണെന്നുള്ളതായ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിയർ ആൾ, എന്നെ സംബന്ധിച്ചോളം ഇന്ന് വളരെയധികം നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാം പ്ലാൻ ചെയ്തത് ഞാൻ തന്നെയാണത് പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. എങ്കിലും അത് ബാബു ഏറ്റെടുത്തു. സജീവനും ഷാജി ജോസഫും മാത്യുവും എന്ന് വേണ്ട എല്ലാവരും ചേർന്നങ്ങ് നടത്തി. ബാബു മുൻകൈ എടുത്തു. ബാബു എല്ലാ ഫോളോ അപ്പുകളും നടത്തി. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ബാബുവിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അത് രാജഗോപാലും രാജ്മോഹനും എല്ലാവരും ഒക്കെ ചേർത്ത് ഭംഗിയായിട്ട് നടത്തി. നമ്മൾ ഫോണിൽ കൂടെയുള്ള ഡയറക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാനും ബാബു എല്ലാ ദിവസവും 2 നേരമെങ്കിലും വിളിക്കുമായിരുന്നു. ഹലോ, ബർത്ത്ഡേ പാർട്ടി ഭയങ്കര സൂപ്പറായല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. മാത്യു വർഗീസ് പണിക്കരെ, ഞാൻ എടുത്ത ഫോട്ടോകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അങ്ങോട്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ വെക്കൂ കേട്ടോ. മാത്യു പണിക്കരെ, നമ്മുടെ ഈ ഫംഗ്ഷന് വേണ്ടി നല്ല രീതിയിൽ അത് പ്രോഗ്രാം ഇത്രയും വിജയമാക്കിയത് നമ്മുടെ ബാബുവിൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെ കേട്ടോ. ബാബുവും മാത്യുവും ഡാനിയലും ഇതിനകത്ത് വളരെയധികം ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലയിടത്താണെങ്കിലും അവർ ആക്റ്റീവായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചു. ബാബു നല്ലൊരു എഫേർട്ട് എടുത്തു. പിന്നെ ഒരുവിധം എല്ലാവരും നല്ല രീതിയിലൊക്കെ സഹകരിക്കുകയും ചെയ്തു. 40 പേരിനകത്തേ കിട്ടിയുള്ളൂ, ഫാമിലി സഹിതം. ബാക്കിയുള്ളവരൊക്കെ കൂടിയാൽ നല്ലതായിരുന്നു. ഹലോ സജീവ, സജീവൻ്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഞാൻ കണ്ടപ്പോൾ സജീവൻ പറഞ്ഞു ബാബു എല്ലാം അറേഞ്ച് ചെയ്തെന്ന് പറയുന്നത് കേട്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഞാനാണെങ്കിലും എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ സജീവൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. സജീവനും എൻ്റെ വിജയത്തിൻ്റെ ഒരു പങ്കാളിയാണ്, അതും കൂടെ അറിയിക്കട്ടെ. പരിപാടി ഗംഭീരമായി എന്നറിഞ്ഞാൽ സന്തോഷിക്കുന്നു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതാണ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസ. ഇന്നലെ അവിടുത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബാബുവിൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്കെല്ലാം കൺഗ്രാസ്. പ്രത്യേകിച്ച് ബാബുവിൻ്റെ വൈഫ്, സജീവിൻ്റെ വൈഫ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥ വെച്ചാണ് വരുന്നില്ലെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഉമ്മച്ചൻ, ഡാനിയൽ, സജീവ്, പിന്നെ രാധാമണി, സുജ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ഇവരെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ട് എനിക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ വരാൻ പറ്റി. കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. ഡാനിയൽ രാവിലെ ഞങ്ങളെ കോളേജ് കാണിച്ചു. ഡാനിയലിൻ്റെ അനിയൻ്റെ വീട്, ഡാനിയലിൻ്റെ വീട് എല്ലാം ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടു. പിന്നെ തിരിച്ച് കൃത്യം 4 മണിക്ക് ഡാനിയൽ എന്നെ വീട്ടിലെത്തിച്ചു. പക്ഷെ ചായ കുടിക്കാതെ പോയി. പിന്നെ മാത്യുവിന് എൻ്റെയും കുഞ്ഞുങ്ങളുടെയും വക ഒരു വലിയ താങ്ക്സ്. സജീവന്റെ കേക്ക് കടിച്ചു പറിക്കുന്നില്ല, എന്തൊരു കടിച്ചു പറിയാണ് ചെയ്യുന്നത്. ടീച്ചറിൻ്റെ ഈശ്വര പ്രാർത്ഥനയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. സജീവൻ്റെ പാട്ട് ഞാൻ എല്ലാം കുറേ പ്രാവശ്യം കണ്ടു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ സജീവേ. ബർത്ത്ഡേ ഫംഗ്ഷൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ വന്നു. ആദ്യം അതിനകത്ത ആൾക്കാരൊന്നും വലിയ താല്പര്യം കാണിച്ചില്ലെന്ന് തോന്നിയെങ്കിലും ഫാമിലി കൂടുതലായിരുന്നു. അതുപോലെ കുട്ടികളുണ്ടായിരുന്നു, അവരെല്ലാം പരിപാടികളുണ്ടായിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. അതുപോലെ ഫുഡും നല്ലതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ
എന്തായാലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു അത് വീണ്ടും ഇങ്ങനെയുള്ളത് ആവർത്തിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീരമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തു. ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തു. നന്നായിട്ടുണ്ട്. വെൽ അറേഞ്ച്ഡ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഉമ്മച്ച ലിസിയും ലീലാമ്മയൊക്കെ ഒളിമ്പിക്സിൽ പോയേക്കോന്ന് തോന്നുന്നു, മെഡലെല്ലാം കൂടെ കൊണ്ടുവരാൻ. അപ്പോൾ അവിടുന്ന് ചെന്നിട്ട് എടുത്തുകൊണ്ട് വരണ്ടേ, അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് പോയേക്കോന്ന് തോന്നുന്നു, ഒളിമ്പിക്സിന്. പരിപാടികളൊക്കെ സൂപ്പർ തന്നെയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്തു. ഇനി ഉള്ള അടുത്ത പരിപാടിക്കൊക്കെ ഇതിനെക്കാട്ടിൽ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാ പരിപാടിയും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ബർത്ത്ഡേ ഫംഗ്ഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് 99% ക്രെഡിറ്റും നമ്മുടെ ബാബുവിനാണ്. പിന്നെ ഡാനിയൽ, നാട്ടിലുണ്ടായിരുന്ന സജീവന്, ഷാജി, എല്ലാവരും ഈ ബർത്ത്ഡേ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാമിലി, നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും ഫാമിലി വരാൻ നമുക്ക് വരാൻ കഴിഞ്ഞു. മറ്റ് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അടുത്തുള്ളവരും ഒക്കെ വന്ന് സംബന്ധിച്ചു. എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണേണ്ട ആഗ്രഹം. അങ്ങനെയാണ് വീണ്ടും ഇതിനകത്ത് വന്നതും. വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് പ്രോഗ്രാമെല്ലാം നടത്തി. ഫ്യൂച്ചറിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വീണ്ടും നമുക്ക് ഇത്തരം ഗെറ്റ് ടുഗദർ നടത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമുക്ക് കടപ്പാടും നന്ദിയുമുള്ള ഒരാളാണ് മാത്യു പണിക്കർ. മാത്യു പണിക്കരാണ് നമ്മുടെ ഈ കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ പിക്ചേഴ്സും വീഡിയോയും എല്ലാം അത് എഡിറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് തന്നു. എല്ലാവർക്കും അത് ഈ ഒരു ഫംഗ്ഷനോട് കൂടി നമുക്കത് കാണാൻ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ബർത്ത്ഡേ പ്രോഗ്രാമിൻ്റെയും കഴിഞ്ഞ ബർത്ത്ഡേ പ്രോഗ്രാമിൻ്റെയും തീർച്ചയായിട്ടും പണിക്കർ അതിൻ്റെ ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും.